ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എറണാകുളം ഒന്ന് കറങ്ങാമെന്ന് വെച്ചു. തിരുവല്ലയിൽ നിന്ന് ട്രെയിൻ കയറി ഞങ്ങൾ നേരെ എറണാകുളം സൗത്തിൽ ചെന്ന് സൗത്തിൽ നിന്ന് മെട്രോ കയറി ലുലു മാളിൽ ചെന്ന് അവിടേക്കൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ വാട്ടർ മെട്രോ കയറി ഫോർട്ട് കൊച്ചി ചെന്ന് വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ചെറിയ വ്ളോഗാണിത്. അങ്ങനെ പറഞ്ഞ പോലെ ഞങ്ങൾ രാവിലെ തന്നെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് വേണാട് എക്സ്പ്രസ്സിനാണ് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ 2 പേരുണ്ട്. ഒരാളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്, അഖിൽ എന്ന് പറയുന്ന കൂട്ടുകാരൻ. ഒരാൾ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് വരത്തേ ഉള്ളൂ. അങ്ങനെ ഒരു 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സൗത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ കയറിയോണ്ട് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, പൊറോട്ടയും ഗ്രീൻ പീസ് കറി ഓർഡർ ചെയ്തു ഞാൻ. അവന് പൊറോട്ടയും കടലക്കറിയായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഓർഡർ ചെയ്ത ഗ്രീൻ പീസ് കറി വെക്കാൻ കൊള്ളൂലായിരുന്നു. എന്തൊരു പുളിച്ച നമുക്ക് രുചിയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് അവൻ ഓർഡർ ചെയ്ത കടലക്കറി ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ച്. അങ്ങനെ സമയമൊന്നും ഒട്ടും താമസിപ്പിക്കാതെ തന്നെ അവിടുന്ന് മെട്രോ കയറി നേരെ എടപ്പള്ളിക്ക് നേരെ ലുലു പോകാമെന്ന് വെച്ചു. അങ്ങനെ മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. ടൗൺ ഹാളിൽ നിന്ന് എടപ്പള്ളി വരെ ഒരാൾക്ക് 30 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ എത്തിയിരിക്കുകയാണ്. കണ്ടുമടുത്ത സ്ഥലമാണ്, എങ്കിലും സൺഡേ ആയതുകൊണ്ട് വേറെ എങ്ങോട്ടും പോകാനില്ലാത്തത് കൊണ്ടും ഞങ്ങൾ ലുലുവിലൊക്കെ കയറിയിട്ട് പിന്നെ ബാക്കി യാത്രകളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ വരാനുണ്ട്, അപ്പോൾ ലുലുവിൽ നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒരു അത്യാവശ്യം നല്ല സമയം പോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് മുകളിലെ ടോപ്പിലെ നിലയാണ്. ഇവിടെയാണ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അങ്ങനെ ഞങ്ങൾക്ക് പോസ്റ്റ് തന്നാൽ ഞങ്ങളുടെ ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് KFC ഒരു ചിക്കൻ റോളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ KFC കഴിക്കാൻ പോകുന്ന സീനാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ റൈഡ് കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം കിടിലനായിട്ടാന്ന് തോന്നുന്നു. കാരണം കയറുന്ന ആൾക്കാരുടെ ആ ഒരു പേടിച്ചിട്ട് കാറുന്നതൊക്കെ കാണുമ്പോൾ പറയാം നമുക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടെന്ന്. അത് കണ്ട് ഞങ്ങളങ്ങ് നിന്ന്. സംഭവം കൊള്ളാം. എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ സമയം വൈകാതെ ഇനി വാട്ടർ മെട്രോയ്ക്ക് പോകേണ്ടതാണ്. എവിടെ? ഫോർട്ട് കൊച്ചിക്ക് ഞങ്ങൾക്ക് പോകാനുള്ളതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ലുലുവിലെ മെട്രോയുടെ ടിക്കറ്റ് കൗണ്ടറിലെ തിരക്കാണിത്. നല്ല തിരക്കാണ്. ട്രെയിനിൽ കുറച്ച് സ്പേസ് കിട്ടിയപ്പോൾ ഞങ്ങൾ ചാടി കയറി. കാരണം ഇനി നിന്ന് താമസിക്കും, കാരണം മഴയാണ്. പിന്നെ ഇനി മഴ കൊണ്ട് ഇനിയിപ്പം വാട്ടർ മെട്രോയിൽ പോകാനുള്ള സമയം ലേറ്റ് ആകുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ എന്തായാലും കയറി അകത്ത്. അങ്ങനെ ഞങ്ങൾ MG റോഡിൽ വന്നിട്ട് ഞങ്ങൾ മേനക റോഡ് വഴി ഞങ്ങൾ നമ്മുടെ മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബേസിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇവിടെ ഫുള്ളും ബംഗാളികളാണ്. അന്യസംസ്ഥാനത്തു നിന്നൊക്കെ ജോലി ചെയ്യാൻ വന്ന ആൾക്കാരാണ് ഇവിടെ നിറയെ. കാരണം ഈ റോഡിലൊക്കെ പച്ചക്കറിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിൽക്കാനിട്ടിരിക്കുകയാണ്. അതൊക്കെ വാങ്ങിക്കാൻ അവരുടെ ഒരു ദിവസമായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ ഞായറാഴ്ച. എൻ്റെ അറിവിൽ പെരുമ്പാവൂരും പിന്നെ കോട്ടയം പായിപ്പാട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുമാണ് ഏറ്റവും കൂടുതൽ ബംഗാളികളും ഇതുപോലെ ആസാമിൽ നിന്നും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ കാഴ്ച എന്നെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം നമ്മളിപ്പം മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്ന ആ വഴി വരെ ഇവരുടെ ആൾക്കാരാണ്.
എന്താ പറയുക, ഒരു നമ്മൾ മുംബൈ തെരുവുകളിലേക്കൊക്കെ എത്തിയ ഒരു ഫീലായിരുന്നു. അങ്ങനെ നടന്ന് 10 മിനിറ്റൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു മെയിൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോഴാണ് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ വരുന്നത്. അവിടെ നിന്ന് നടന്ന് നമ്മൾ നമ്മുടെ വാട്ടർ മെട്രോയുടെ ആ സ്റ്റേഷനിലേക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ വന്ന് 3 പേരുടെ ടിക്കറ്റ് ഈ കാണുന്ന പാസിലാണുള്ളത്. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. 6:10 ഞങ്ങൾക്ക് ഇവിടുന്ന് ബോട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സമയം ആഗതമായതോടെ ഞങ്ങൾ ബോട്ടിലേക്കുള്ള എൻട്രൻസിലേക്ക് പോവുകയാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വാട്ടർ മെട്രോയിലൂടെയുള്ള യാത്ര. ഇതേ കണ്ടില്ലേ, ബോട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത്രയ്ക്കും കിടിലൊരു ബോട്ടിലുള്ള യാത്ര നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബോട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ്, ഒരു രക്ഷയില്ല. ബോട്ട് കെട്ടിയിലേക്കൊട്ടൊന്ന് അടുക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത്, അതുമാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളൊന്നും അറിഞ്ഞില്ല. അതുപോലെ സ്മൂത്തായിരുന്നു യാത്ര. നല്ല എന്താ പറയുക, നമ്മളെല്ലാവരും ഒന്ന് ആസ്വദിക്കേണ്ട യാത്ര തന്നെയാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു 6:30 കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമയമില്ല. പെട്ടെന്ന് തന്നെ കാഴ്ചകളൊക്കെ കാണുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഇനിയുള്ള പരിപാടി. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് സ്ട്രീറ്റിൽ ഒരാൾ നല്ല എൻജോയ് ചെയ്ത്, നമ്മുടെ മട്ടാഞ്ചേരി മാട്ടനെയൊക്കെ പോലെ നല്ല എൻജോയ് ചെയ്ത് നല്ല വൈബിൽ ഡാൻസ് കളിക്കുന്ന ഒരാളെ കണ്ടത്. അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സമയം ഏകദേശം 7:30-8 അടുക്കാറായി. ഞങ്ങൾ ഒട്ടും ടൈം കളയാതെ അടുത്ത ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഓട്ടോ കയറി വൈറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. അവിടെ നിന്നാണ് വീട്ടിലേക്കുള്ള ബസ്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നല്ല വീഡിയോകളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.